എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പനയിലിനകത്തും ക്യാപ്ഷനകത്തും കണ്ട പോലെ ഉമ്മച്ചി ഒന്ന് വീണു. അപ്പം നിങ്ങളുമായിട്ട് അത് നിങ്ങളെ ഒന്ന് അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടിരുന്നതാണ്. നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടു കാണും. ബോണ്ടൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ടിരുന്നതാണ്. അന്ന് തന്നെ ഉമ്മച്ചി ഒന്ന് പെട്ടെന്ന് അടുക്കളയിലോട്ട് പോയപ്പോഴത്തേക്കിനും ഈ ഫ്ലോറിൽ വെള്ളം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൽ ചവിട്ടി ആളൊന്ന് വീണു. ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെളിയിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഉമ്മച്ചി ഇവിടെ കിടക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അത്തിയും അളിയനും കൂടെ പിടിച്ച് എണ്ണിപ്പിച്ചപ്പോഴത്തേക്കിനും ഭയങ്കര വേദനയായിരുന്നു. ഭയങ്കര വേദനയെന്ന് പറഞ്ഞാൽ നടുവിനായിരുന്നു പെട്ടെന്ന് വേദന ഉണ്ടായത്. അപ്പം ഞങ്ങൾ പേടിച്ചു പോയി. കാര്യം വല്ലോ പൊട്ടലോ ഫ്രാക്ചറോ വല്ലതും ഉണ്ടെങ്കിലോ എന്ന് പേടിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എമർജൻസിയിലോട്ടാണ് കയറ്റിയത്. എമർജൻസി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ പറഞ്ഞ പോലെ ഉമ്മച്ചിക്ക് ആണെങ്കിൽ വേദന ഭയങ്കര കൂടുതലായതുകൊണ്ട് അവർ സ്ട്രക്ചറിലൊക്കെയാണ് കൊണ്ടുപോയി കഴിഞ്ഞ് എമർജൻസി കിടന്ന് ഞങ്ങളാണെങ്കിൽ പുറത്ത് ഭയങ്കര വെപ്രാളവും ടെൻഷനും എന്ത് പറ്റി കാര്യം അതുപോലെ ഉമ്മച്ചി വേദന കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ട് കയറി ചോദിച്ചപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്ക് നോക്കട്ടെ, എക്സ്റേ എടുത്ത് നോക്കട്ടെ, അതായതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡോക്ടർ വന്ന് പറഞ്ഞു അകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് വല്ലതും ഉണ്ടോ എന്നൊന്ന് നോക്കണമെന്ന് പറഞ്ഞു, അതിനൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞങ്ങൾ പേടിച്ച് എല്ലാവരും ഞങ്ങൾ അത്തിയും ഞാനും അളിയനും കുഞ്ഞാപ്പിയും എല്ലാവരും പേടിച്ച് വെളിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അറിയാമല്ലോ, ഭയങ്കര നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എല്ലാം മാറിപ്പോകുന്ന പോലെയല്ലേ ജീവിതം. അപ്പോൾ ഞങ്ങളെല്ലാം പേടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണേലും ഇനി ഫ്രാക്ചർ ഉണ്ടോയെന്ന് നോക്കണം. കാര്യം നട്ടലിനാണ് ഭയങ്കര വേദനയുള്ളത്. അപ്പോൾ അവരാദ്യം തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഇതുപോലെ എക്സ്റേ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതും കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡോക്ടർ ഒരു സംശയം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു നാരോ ആയിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ഫ്രാക്ചർ ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് CT സ്കാൻ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ടെൻഷൻ, അയ്യോ എന്ത് പറ്റി എന്നുള്ളത്. ഉമ്മച്ചിയാണെങ്കിൽ വേദന കൊണ്ടൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും വേദന എടുത്ത് അവിടെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി എന്നാൽ ഒരു കാര്യം പെട്ടെന്ന് CT സ്കാൻ എടുത്തു. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ CT സ്കാൻ എടുത്തപ്പോഴും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞങ്ങളൊന്ന് വിചാരിച്ചു, കാര്യം ഫ്രാക്ചർ ഉണ്ടെന്ന് വിചാരിച്ചു, കാര്യം അതുപോലെ വേദനയായിരുന്നു. അപ്പോൾ CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം വീട്ടിലോട്ട് പൊക്കോ, പക്ഷേ നല്ലപോലെ ബ്രെഡ് റെസ്റ്റ് വേണം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളെ വന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴും ഉമ്മച്ചിക്ക് ഭയങ്കര വേദനയാണ്. അപ്പം അത് ഫ്രാക്ചറൊന്നും ഇല്ല, എന്നാലും ഭയങ്കര എനിക്ക് തോന്നുന്നു ചതവാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് വേദനയാണ്. ആൾക്ക് ശരിക്കും എണ്ണിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല. ഞാനും അത്തയും കൂടെ പിടിച്ചൊക്കെയാണ് ഇരുത്തുന്നതും, അതുപോലെ ചെറുതായിട്ട് ബാത്റൂമിലൊക്കെ കൊണ്ടുവന്നു ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് നടക്കുന്ന രീതിയിലൊക്കെ ആകും. അപ്പോൾ ആ പഴയ തുള്ളിച്ചാടി നടക്കുന്ന ആളെ അല്ല ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ആൾ മൊത്തത്തിൽ മാറിയതായിപ്പോയി. കാര്യം ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ അത് കാരണം അത്തീനെ സംബന്ധിച്ച് ഉമ്മച്ചീനെ രാവിലെ കുളിപ്പിക്കുക, പല്ല് തേപ്പിക്കുക, അതുപോലെ ആഹാരം മേടിച്ചു കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഉമ്മച്ചീനെ കൊണ്ട് കിടത്തുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ഭർത്താവായിട്ട് അത്തി ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. ഉമ്മച്ചിക്ക് ഒരു ഭയങ്കര സപ്പോർട്ടായിട്ട് അത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഇപ്പോൾ അത്തിയാണെങ്കിൽ രാവിലെ ചോറ് വെക്കാനായിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേർക്ക് ഉമ്മച്ചീനെ ഇഷ്ടമുണ്ട്, അത്തീനെ ഇഷ്ടമുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഇത് അറിഞ്ഞിരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അത്തി എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഹായ്, നമ്മളൊരു 3-4 ദിവസം മുമ്പ് ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നല്ല അടിപൊളി സന്തോഷമായിട്ടൊക്കെയാണ് ആ വീഡിയോ ഒക്കെ എടുത്തത്. പക്ഷേ ഇപ്പം ആ സന്തോഷം പോയെന്നുള്ളതാണ് സത്യം. വേറൊന്നുമല്ല, ഭാര്യ സുഖമില്ലാതായെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും നടക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അതായത് വീട്ടിൽ ഇപ്പോൾ ഇതുപോലെ ടൈലൊക്കെ ഒട്ടിച്ച വീട്ടിലൊക്കെ ആകുമ്പോൾ വെള്ളം എന്തെങ്കിലുമൊക്കെ കിടക്കുകയാണെങ്കിൽ അറിയാതെ നമ്മുടെ കാല് സ്ലിപ്പാവുകയും മറിഞ്ഞ് വീടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സംഭവം എൻ്റെ വീട്ടിലുണ്ടായി. ഷംല ഇപ്പം വയ്യാതായെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്തിരി വെള്ളം എടുക്കാനായിട്ട് അടുക്കളോട്ട് കയറിയാണ്. അപ്പം ഇങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് കാല് സ്ലിപ്പായി പുറമോട്ടങ്ങ് വീണു. ഏതായാലും പിന്നെ ഹോസ്പിറ്റലിലെത്തി. ഇപ്പം ബെൽറ്റൊക്കെ ഇട്ട് അണങ്ങാൻ വയ്യാതെ കിടക്കുക. വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുക്കള ഞാൻ തന്നെ കയറണം, എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ. രാവിലെ കുളിയും ഒക്കെ ഞാൻ തന്നെ ആയിരുന്നു, എല്ലാം
കഴുതി കയറി കിടക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അടുക്കളോട്ട് കയറിയ. അപ്പോൾ ഇത് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നതാണല്ലോ, ഞങ്ങളുടെ ഫാമിലിയൊക്കെ പലർക്കും അറിയാം. അപ്പം എന്ത് ഷംല എന്തെന്നൊക്കെ ചോദിച്ചായിരുന്നു ആൾക്കാരൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി കഞ്ഞി വെക്കാനായിട്ട് ഇച്ചിരി വെള്ളം തിളച്ചിട്ടുണ്ട്, അരിയൊക്കെ ഒന്ന് ഇടട്ടെ. അപ്പം ശരീരം മുഴുവൻ വേദനയൊക്കെ ആയിട്ട് നടുവൊക്കെ അനക്കം വേദനിക്കും. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം എടുക്കുകയും ചെയ്യാം, ബാക്കി വെള്ളത്തിൽ ഇച്ചിരി ചോറും വെക്കാമല്ലോ എന്ന് ഓർത്തായി. അപ്പോൾ ഇത് നടുവിലൊന്ന് വെക്കാനായിട്ട് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിക്കാം. വീട്ടമ്മമാർ കട പോയി കഴിഞ്ഞാൽ സത്യത്തിലുണ്ടല്ലോ എന്തൊരു നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും താളം തെറ്റുമെന്നുള്ളത് കറക്റ്റാണ്. പിന്നെ ഞാൻ അത്യാവശ്യം ഇപ്പം ഷംലാക്ക് വയ്യാതായി കഴിഞ്ഞാൽ ഞാൻ തന്നെ അങ്ങ് ചെയ്യും. എന്നാലും വീട്ടമ്മ ഷംല കൂടെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടൊരു ഉഷാറുള്ളൂ, അല്ലെങ്കിൽ എനിക്കും മടിയാണ്. പക്ഷേ എന്തായാലും വെച്ച് എടുത്ത് കഴിക്കണ്ടേ, അതിന് മരുന്നൊക്കെ ഒരുപാടുള്ളതല്ലേ. നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം, എനിക്ക് ആണെങ്കിൽ പനിയാണ്, ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കുള്ള ആ പനിയും ചുമയൊക്കെ. ഇത് ഉടന്നുകൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത് കൊടുത്തിട്ട് വന്നിട്ട് വേണം അരിയിടാൻ. ഷംലായ് ലൈറ്റൊക്കെ ഇട്ട് വേണ്ടേ, ഈ അവസ്ഥയായി നല്ല ചൂട്, നല്ലൊരു വീഴ്ചയായിരുന്നു നടുവിന്. ബെൽറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ലൊരു വീഴ്ചയായിരുന്നു. ഡോക്ടർമാരെല്ലാം പറഞ്ഞ് പൊട്ടലൊന്നുമില്ല, ചതവേ ഉള്ളൂ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും CT സ്കാൻ, ആദ്യം സ്കാൻ എടുത്ത്, പിന്നെ CT സ്കാൻ എടുത്ത്, എക്സ്റേ എടുത്ത്, അങ്ങനെ ഒരുപാട് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വൈകുന്നേരമായി മറിഞ്ഞ് വീണ്. 6 മണിയായപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്. അത് 12:30 1 മണിയായപ്പോഴത്തേക്കും പറഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. ശരീരം ഒരുപാട് നല്ല പോലെ ബാഗ് അടിച്ചിട്ടുണ്ട്, അതായത് 2 ഭാഗവും നല്ല പോലെ ചതഞ്ഞിട്ടുണ്ട്. അത് പൊട്ടലുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. ഏതായാലും അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് നട്ടലിൻ്റെ ആ ഭാഗം എന്നൊക്കെ പറഞ്ഞ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യായുസ് മൊത്തം കട്ടിലെ കിടക്കേണ്ടി വരും. അത്ര പ്രശ്നമാണ് നട്ടലിൻ്റെ അവിടെ എന്തെങ്കിലും ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ. ഇതിപ്പം ഇതാണ് ഒന്ന് എണ്ണിക്കാനായിട്ട്. ഇപ്പം ഞാനും എൻ്റെ മോനോടെ പിടിച്ച് പൊക്കിയാണ്. അപ്പം ഈ അവസ്ഥയായി സംഭവം. ഇപ്പം നമുക്ക് കഞ്ഞി എത്ര താഴെ അരി വേണം? 3 കഞ്ഞിയായിട്ട് വെച്ചാൽ പോരെ. കറി എന്നാ വെക്കാനാ? ആക്ച്വലി മോള് വീടില്ല, മോള് ഇപ്പോൾ മോളുടെ വീട്ടിലാണ്. അതാണ് 6-7 മാസമായിരിക്കുന്നത് അല്ലേ? 7.5 മാസത്തോളമായി. അപ്പോൾ അതിനും റെസ്റ്റ് വേണ്ട സമയമാണ്. അപ്പം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല കുഞ്ഞിനെ. കാര്യം എന്നാന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ രാവിലെ എണ്ണിച്ചിട്ട് കുഴമ്പെല്ലാം തേച്ച് ഒന്ന് കുളിപ്പിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കാനേ പറ്റുള്ളൂ. കാരണം കുറച്ച് ദിവസം എടുക്കണം. ഈ പെയിൻ, ഈ വേദനയൊക്കെ ഒന്ന് മാറിയ ശേഷം വേണം ഇടിക്കാൻ. അപ്പം ഞാൻ പോയി അരി ഇട്ടിട്ട് വരട്ടെ കേട്ടോ, കഞ്ഞി ഉണ്ടാകട്ടെ. കാല് അനക്കാതെ നിവർത്തി വെക്ക്. ഗുളിക ഇരിപ്പല്ലേ, ഗുളിക എടുക്കണ്ടേ? ഞാൻ മറ്റേ എന്തെങ്കിലും ഒന്ന് അടുക്കളയിലൊക്കെ ഒന്ന് എന്നെ സഹായിക്കുന്നു. പക്ഷെ ഇപ്പം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നീ ഇങ്ങനെ വീണു, ഞാനാണ് വീണെന്നെങ്കിലും നീ ചെയ്യണ്ടേ? ഒന്നും പറ്റരുത്. അല്ല, ഞാനാണ് വീണതെങ്കിലും നീ ഇപ്പം സഹിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഇതായിട്ട് പറയല്ലേ, എൻ്റെ ഒരു ഭർത്താവ് എന്നെ ഒരു എല്ലാം കൊണ്ടും നല്ല രീതിയിൽ എന്നെ നോക്കുന്നത്. ഇതായിട്ട് പറയാം, എന്നെ കൊണ്ടുപോയി പിടിച്ച് ആഹാരവും തന്നു. ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ എല്ലാവർക്കും കിട്ടട്ടെ. ഒരൊറ്റ കാര്യമുള്ളൂ, സത്യം. നമ്മുടെ വീട്ടിൽ ആത്മാർത്ഥമായിട്ട് പറയുക. അതുപോലെ എന്നെ നോക്കുന്നുണ്ട് എൻ്റെ പിള്ളേരും എൻ്റെ വച്ചായും എല്ലാം. റോസുമോനും അത്തിയും വന്ന് പിടിച്ചു പൊക്കും. മോളാണേലും വന്ന് ഈ സങ്കടപ്പെടാതെ. അല്ലാതെ
അല്ലാത്ത വെച്ചാൽ ഞാനങ്ങ് പറയൂ കരയാണ്. ഞാൻ ഈ ഒരു കടപ്പായി കഴിഞ്ഞാൽ ഇല്ലേ അത്രയ്ക്ക് എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. എല്ലാ ഭർത്താക്കന്മാരും എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ ചെയ്തു കൊടുക്കണം. എന്നാന്നോ നമുക്കൊരു വയ്യാഴി ഒന്നും ആരും ഇല്ലാതാകരുത്. അതെ, ഓടിച്ചാടി നടക്കുമ്പോഴേ ഒറ്റ നിമിഷം മതി. ഇപ്പം നീ വിഷമിക്കാതെ കരയാതെ. ഇത് ഒക്കെ ഇന്ന് നിനക്കുണ്ടായി, നാളെ എനിക്കുണ്ടാവും, മറ്റന്നാൾ വേറെ. അപ്പം ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റുകയില്ല. ഓരോരുത്തർക്കും ഓരോ അവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. പഠിച്ചവന്റെ കൃപ കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ നട്ടെല്ലാം ഒടിഞ്ഞു പോരുന്നെങ്കിൽ എത്ര നാള് കിടക്കേണ്ടി വന്നു. ഞാൻ ഇവിടെ എല്ലാം നേർച്ച ഏതായാലും എനിക്ക് ചതവേ പറ്റിയുള്ളൂ. അതുപോലെ ഒരു വീഴ്ചയായിരുന്നു. വിഷമിക്കാതെ ഒക്കെ ശരിയാകും. ഞാൻ കഞ്ഞി വെക്കാനായിട്ട് അരി ഇടട്ടെ, എന്തായാലും കഴിക്കണ്ടേ. സത്യം പറഞ്ഞാൽ ഷംലായും കൂടെ അല്ല മക്കളും ഒക്കെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ വീട് ചെയ്യാനൊക്കെ ഒരു അല്ലെങ്കിൽ മടിയാണ്. ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നാമത് പനി കൊണ്ട് വയ്യ, രണ്ടാമത് ഷംലയുടെ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോഴത്തേക്കും അത് പ്രശ്നം. ഏതായാലും ഇച്ചിരി അരിയിടാം, കഞ്ഞി വെക്കണ്ടേ. ഇതാ അരി ഇളക്കുന്ന നാഴി, 2.5 നാഴി അരിയിടാനാണ്. കഴിയില്ല കാരണം ഞാൻ ചോറ് വെക്കാനൊന്നും ഞാൻ അടുപ്പത്ത് കയറത്തില്ല. എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എടുപ്പിച്ച് കൊടുക്കത്തുള്ളൂ. പിന്നെ യൂട്യൂബിന് വേണ്ടി നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യമൊക്കെ വെക്കുന്നുണ്ട്, അത് ചോറിൻ്റെ കൂട്ടത്തിലങ്ങ്. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ വീട്ടിലൊരു സന്തോഷമൊക്കെ ഉണ്ടായാലും ഇതൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ എന്നാ വേണ്ട, ഒന്നിനും ഒരു താല്പര്യം ഇല്ലാതിരിക്കും. ഇപ്പം ആ സത്യം പറഞ്ഞ ഒരവസ്ഥയിൽ പൊട്ടനാണെങ്കിലും ഒക്കെ നമുക്കറിയാമല്ലോ, കയ്യിലോ കാലിലോ ഒക്കെ അല്ല എവിടെയെങ്കിലുമൊക്കെ ഒരു ഒടിവോ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അന്യവേദന അനങ്ങാൻ പറ്റാതിരിക്കും. നടുവിൻ്റെ ഈ 2 ഭാഗവുമാണ് നല്ല ചതവാണ്. അത് കാരണമാണ് ഇത്രയും വേദന. ഗുളികയും മരുന്നും തൈരും ഒക്കെ തേച്ചിട്ടൊന്നും മാറുന്നില്ല. അരിയില്ല അരി ഇട്ടിട്ടൊന്ന് ഇളക്കി ഇവിടെ കിടക്കട്ടെ. പകുതി വേവാകുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. ഇച്ചിരി ദോശയും ഇച്ചിരി ചമ്മന്തി ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. അതിന് കടയിൽ നിന്ന് മേടിച്ചാൽ മരുന്ന് കഴിക്കണ്ടല്ലേ. ഞാൻ പയ്യെ എണ്ണിക്കാം. എണ്ണിക്കാം പിടിക്കല്ലോ. ഒത്തിരി ഒരു ഭയങ്കര ഈ കൈയെ പിടിച്ചാൽ മതിയേ. ഈ കൈ കരി എണ്ണിക്ക് തലേ തുണിയെല്ലാം പോയി. പയ്യെ പയ്യെ അമ്മച്ചിയോ എത്തിച്ച തൊട്ടയാണ്. കറക്റ്റ് വേദനയാ കേട്ടോ. അമ്മ അവിടെ വേദന എടുത്തിരിക്കുവായി ഇടത്ത് ഭാഗത്ത്. ഇതൊക്കെ നിന്റെ ബാലൻസിൽ ആ തുണി എടുത്ത് തലയിലിടാവോ നനഞ്ഞ്. ഇതൊക്കെ എണ്ണിച്ച് അയ്യോ 3-4 ദിവസമായി ഈ ഗുളിയെ. കുറച്ച് ദിവസം പിടിക്കും ഇതൊന്ന് ശരിക്കും ഒന്ന് നോർമലായിട്ട്. കൊച്ചപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പാലപ്പം വേണം ചേച്ചാ മേടിച്ചോണ്ട് വന്നു. അതിനെല്ലാം കൂടെ വന്ന് ചെയ്യാനേ. അതെ, ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിന് ഒരു റെസ്റ്റ് വേണ്ട. ഒരു ദോശ കൊണ്ടുവന്നിട്ട് പകുതി പോലും കഴിച്ചില്ല. എന്നാ ഗുളിയോടെ കഴി. അയ്യോ എൻ്റെ അമ്മോ, എനിക്ക് ഈ ഇടത്ത് ഭാഗത്ത് ഭയങ്കര വേദനയാണ്. ഇതെല്ലാം താഴെ പോകാൻ ഗുളിക കഴിക്കുന്ന
ഇതിനകത്ത് കഴുകട്ടെ. ആ കഴി വേണ്ട, ഇനി കുറച്ച് പുളിയോടുണ്ട്, ഇച്ചിരി കഴിഞ്ഞ് കഴിക്കും. എന്നിട്ട് അതിങ്ങോട്ട് വെച്ചിട്ട് ആൾക്കാരോട്ട് കിടക്കും. ഇതോ ഇങ്ങനെ ഇപ്പം ഇതൊക്കെ അങ്ങോട്ട് ചാരിക്കണം. ഈ കയ്യെ പിടിച്ചോണ്ട് ഓടിച്ചാടി നടക്കുന്ന മനുഷ്യർ നമ്മളൊക്കെ വല്ലതും അറിയുന്നുണ്ടോ അല്ലേ? ഏതായാലും പഠിച്ചവനും ദൈവം ഇത്രയല്ലേ തന്നുള്ളൂ. അല്ല, ആ വേദന ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനത്തെ അവസ്ഥയാകുമെന്നുള്ള ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ല, നമ്മളാരും അങ്ങനെ ഭാഗവെക്കുന്നില്ല. ഇങ്ങനെ ഓടിച്ചാടി നടന്ന് എന്തെങ്കിലും സംഭവിച്ച് വീണ് കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ അവസ്ഥകൾ. ദോഷം എടുത്തിട്ടാണ് പകുതി ദോഷം. എന്നാ ചെയ്യാൻ, ഇതെന്നെ കഴിച്ചാലല്ലേ. ഇപ്പം നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം ഈ വേദന എടുക്കുന്നതുകൊണ്ടാണ് കഴിക്കാനൊന്നും തോന്നുന്നത്. കാരണം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒരു പകുതി വേവായിട്ട് വേണം എടുത്ത് റൈസ് കുക്കറിനകത്ത് വെക്കും. പകുതി വേവൊന്നും ആയില്ല കേട്ടോ, നല്ലപോലെ തിളച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഭാര്യ കിടക്കുന്നത്. അതൊന്ന് കാണിച്ചു, അല്ലാതെ നിങ്ങളായിട്ടൊന്നും കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.